നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ജനുവരി 3-ാം തീയതിയാണ് തിരുവാതിര വ്രതം നോൽക്കേണ്ടത്. എന്തുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇത്രയും പ്രാധാന്യം എന്ന് പറയാം. തിരുവാതിരയുമായി ബന്ധപ്പെട്ട് 2-3 ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്ര ദിനമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർവതി ദേവി വ്രതമെടുത്ത് പരമശിവനെ സ്വന്തമാക്കിയ ദിവസം, അതായത് ശിവ പാർവതി വിവാഹ ദിവസം എന്നും പറയുന്നു. അതുപോലെ തന്നെ കാമദേവന്റെ പുനർജന്മ ദിവസം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാരണങ്ങൾ ഏതു തന്നെ ആയാലും ഈ ഒരു ദിവസം വ്രതമെടുക്കുന്നതിലൂടെ ഉമാമഹേശ്വര പ്രീതി നമുക്ക് ലഭിക്കുന്നതാണ്. സുമംഗലികളായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാകാനും അങ്ങനെ അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനായും, അവിവാഹിതർ അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനുമായാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് വ്രതം നോൽക്കാവുന്നതാണ്. പണ്ട് രേവതി നക്ഷത്രം മുതൽ തന്നെ തിരുവാതിരയുടെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിരാവിലെ തന്നെ കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തും. അതുപോലെ നെറ്റിയില് കളഭം തൊടുന്നതിനോടൊപ്പം തന്നെ മുക്കൂറ്റി കൂടി അരച്ച് നെറുകയിൽ തൊടുന്ന പതിവും ഉണ്ടായിരുന്നു. അന്നു മുതൽ തന്നെ സ്ത്രീകളൊക്കെ സന്ധ്യാസമയത്ത് കൈകൊട്ടിക്കളിയും ഊഞ്ഞാലാട്ടവും ഒക്കെ ആയിട്ട് ഒത്തുകൂടുന്നുണ്ടായി. ഇതിനെ മഞ്ഞത്തിറങ്ങുക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും 2 ദിവസങ്ങളാണ് നമ്മൾ വ്രതം നോക്കാറുള്ളത്. ഒന്ന് മകയിരം, രണ്ടാമത് തിരുവാതിര. മകയിര ദിവസം ഒരിക്കലൂണായിട്ടാണ് വ്രതം നോൽക്കേണ്ടത്. കുട്ടികൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മകയിരം ദിവസം വ്രതം നോൽക്കുന്നത്. അപ്പൊ കുട്ടികളായിട്ടില്ലാത്തവർക്ക് തങ്ങൾക്ക് ഗണപതിയെയും മുരുകനെയും പോലെ സൽ സ്വഭാവമുള്ള സന്താനങ്ങളെ ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്രതം നോൽക്കാവുന്നതാണ്. മകയിരം ദിവസം സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നിവേദ്യം സമർപ്പിക്കണം. എന്താണ് എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയാം. കാച്ചില്, കൂർക്ക, ചേന, 2 തരം ചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നനകിഴങ്ങ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും നേന്ത്രക്കായയും കനലില് ചുട്ടെടുക്കും. അതിലേക്ക് വൻപയറും എള്ളും തേങ്ങാപ്പൂളും കൂടി വറുത്ത് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു നിവേദ്യമാണിത്. ഇത് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഗണപതി സ്തുതി ചൊല്ലിക്കൊണ്ട് പരമശിവനെയും പാർവതി ദേവിയെയും ധ്യാനിച്ചുകൊണ്ട് ഈ നിവേദ്യം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതോടുകൂടിയാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത്. ഇനി തിരുവാതിര ദിവസം പകൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ഭാഗത്തിൽ പറയാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.